ആ ഹബീബിന് വേണ്ടി ഞാൻ ചെയ്യുന്ന സ്വലാത്തുകളാണെന്നൊരാളെപ്പോൾ തിരിച്ചറിയുന്നുവോ, അപ്പോഴല്ലേ പ്രിയപ്പെട്ടവരെ അവന് ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നത്. ആ മാധുര്യമല്ലേ പ്രിയപ്പെട്ട സ്വഹാബിമാർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. താരങ്ങൾക്കിടയിൽ ഒരമ്പിളിയോ റസൂലുള്ളാഹ്, ആമ്പൽ കൂളത്തിലെ താമരയോ, സന്ധ്യാർക്കൻ മണ്ണിലിറങ്ങിയതോ ഹബീബുള്ളാഹ്, വൈഡൂര്യ കുന്നിലെ മഞ്ചരിയോ. ചുറ്റും സ്വഹാബാക്കൾ നമ്രശിരസ്കരായി കേൾക്കുന്നുണ്ടാ മൊഴി മുത്തുകൾ ശ്രദ്ധരായി. ആ പരിശുദ്ധ മദീനത്ത് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആ മനോഹരമായ സദസ്സൊന്ന് മനസ്സിൽ കൊണ്ടുവന്ന് നോക്കൂ. നമ്മള് നക്ഷത്രങ്ങൾക്കിടയിൽ 14-ാം രാവിന്റെ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പോലെ, ആമ്പൽ കുളത്തിൽ താമര വിരിഞ്ഞ പോലെ അവര് തിരു ഹബീബിന്റെ സബിതത്തിൽ ഇരിക്കുകയാണ്. ചോടെ ഹബീബരെ ഓരത്തവരിരുന്നു, ജീവിതം നാലബിയോരിലായി നൽകി കരം പിടിച്ച് നടന്നു. ബദറുഹുദിൻ ശരമാരികിൽ അവരെഴുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലിട്ടു ഹബീബരെ കവചമിടുന്നവരെ. ആ ഹബീബിനെ ഉൾക്കൊള്ളാതെ, അവിടുന്ന് പഠിപ്പിച്ചത് സത്യമാണെന്ന് വിശ്വസിക്കാതെ അംഗീകരിക്കാതെ ഒരു സമാധാനപൂർണമായ ജീവിതം നമുക്ക് കിട്ടൂല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാം എത്ര മനോഹരമായ ഒരു നിർമ്മിതിയാണ്. ലോകത്ത് അത്രമേൽ വിശാലമായിട്ടുള്ള ഒരു പള്ളി ഇന്നില്ല എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളെ ഒരേ സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായ വെള്ള കൊട്ടാരം. ആ മസ്ജിദുൻ നബവിയുടെ ചുറ്റുഭാഗങ്ങൾ പ്രിയപ്പെട്ടവരെ എത്രമേൽ സമ്പന്നമാണ്. ചരിത്രപരമായി എത്രയെത്ര തിരുശേഷിപ്പുകളാണ് ആ മഹനീയമായ നാട്ടിൽ അല്ലാഹു നൽകിയത്. ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവിയെടുത്ത മനോഹരമായ വീട് ഇന്നും അവിടെയുണ്ട് എന്നുള്ളതാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിലനിന്നിരുന്ന സ്ഥലത്ത് ഇന്ന് വലിയ ഒരു കെട്ടിടമാണ്. ഒരുപാട് മഹാന്മാരായ സ്വഹാബിമാര് അതിലൂടെയാണ് കടന്നുപോയത്. സയ്യിദത്തുനാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, അവരുടെ വീടും പരിശുദ്ധമായ കഅബാലയവും തമ്മിൽ ഏതാനും മുഴം മാത്രമാണ് ദൂരമുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്രമേൽ മനോഹരമാണ് ആ നാടും ആ പ്രദേശങ്ങളുമെല്ലാം. അല്ലാഹു അതൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ ഒരു ഭാഗത്തുകൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് വലിയ വലിയ ഹോട്ടലുകൾ ഇവിടെയുണ്ട്. ദാറു തൗഹീദ് എന്ന് പറയുന്ന ഹോട്ടലുണ്ട്, ശരിക്കത്തു മക്കയുടെ കെട്ടിടമുണ്ട്. ആ ഭാഗങ്ങളിൽ ആ മുറ്റത്തേക്ക് നമ്മളിങ്ങനെ മുന്നോട്ട് കടന്നു പോയാൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒരൽപ്പം ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശം കാണാം. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കെട്ടിടങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് നിർമ്മിതികളുണ്ട്. പക്ഷേ ആ സ്ഥലം മാത്രം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതൊരു മക്ബറയാണ്, അതൊരു ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിന്റെ പേര് മഖ്ബറത്തു ശബീക എന്നാണ്. എന്താണ് ആ ഖബർസ്ഥാനിന്റെ പ്രത്യേകത? പ്രധാനമായും 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, സയ്യിദത്തുനാ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ അന്തി ഉറങ്ങുന്നത് ആ മഖ്ബറയിലാണ്. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളെല്ലാം ഇടിച്ചു നിരപ്പാക്കി കെട്ടിടങ്ങൾ പണിതപ്പോഴും ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നില്ല. സയ്യിദത്തുനാ ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ അന്തി ഉറങ്ങുന്നത് ആ മഖ്ബറയിലാണ് എന്നതാണ് അഭിപ്രായം. പരിശുദ്ധ ദീനിൽ, വിശുദ്ധമായ ദീനിന്റെ ആ ജീവിത പന്ഥാവിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച ആദ്യത്തെ രക്തസാക്ഷിയാണ് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ. സമർപ്പിച്ചതങ്ങിൽ ഖുബൈബിൻ ശരീരം സുവർഗം പണിഞ്ഞ സ്വബറിൻ മിനാരം. സുമയ്യ മറഞ്ഞു ഷഹാദത്തിനോരം, സുമയ്യ മറഞ്ഞു ഷഹാദത്തിനോരം. സഹിച്ചേതു നോവും പകലന്തി നേരം. वो शहरे मोहब्बत
जहां मुस्तफा है वही घर बनाने को दिल चाहता है. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ തിരുമുറ്റത്ത് 1400 വർഷങ്ങൾക്ക് ശേഷം ആ മഖ്ബറയുടെ പരിസരത്ത് നമ്മൾ വന്നു നിന്നാൽ, പ്രിയപ്പെട്ടവരെ, ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ 1400 കൊല്ലങ്ങൾക്ക് ശേഷവും പ്രോജ്വലമായി നിൽക്കുന്ന മനോഹരമായ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. ആ മഹത്തായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീഴ്ത്താതെ കടന്നു പോവാൻ കഴിയുമോ നമുക്ക്? ആ മഖ്ബറക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെയായിരുന്നു, പ്രിയപ്പെട്ടവരെ, ജാഹിലിയ കാലഘട്ടത്തിൽ ജനിച്ചത് പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ ആ കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടാൻ ഒരു മടിയുമില്ലാതിരുന്ന കാട്ടാളന്മാർ താമസിച്ചിരുന്ന കാലഘട്ടത്തില് ആ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നത് ഈ മഖ്ബറയിലായിരുന്നു അത്രേ. ഇതാ ഈ 1400 വർഷങ്ങൾക്ക് ശേഷം മഖ്ബറത്തു ശബീക്കയുടെ കവാടത്തിങ്കൽ വന്നിട്ട് ഒരൽപ്പനേരം ഇങ്ങനെ കണ്ണടച്ച് നമ്മുടെ മനസ്സിനെ ചേർത്തു നിർത്തിയാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട പെൺകുട്ടികളുടെ നിലവിളികൾ നമ്മുടെ ചെവിയിൽ വന്നലക്കുകയില്ലേ പ്രിയപ്പെട്ടവരെ? പെണ്ണായി പിറന്നു എന്ന ഒറ്റ കാരണത്താൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്ത വിധം മണ്ണിനടിയിലേക്ക് അകപ്പെട്ടുപോയ, ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട എത്രയെത്ര ജന്മങ്ങളെയാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സാഹചര്യമാണത്. ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ആ കുട്ടിയെ കൊലപ്പെടുത്തുകയാണ്. വളർത്താൻ കഴിയില്ല, പോറ്റി വളർത്തൽ പ്രയാസകരമാണ്. ആ കുട്ടിയെ വളർത്തിയാൽ ആ കുട്ടിയെ കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ചിന്ത. ആ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടാൻ പിതാവിന് കൈവിറക്കാത്ത കാലം. ആ കാലഘട്ടത്തിലും ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന്റെ മുമ്പും അതിനെ എതിർക്കുന്ന ഒരുപാട് മനുഷ്യ സ്നേഹികൾ മക്കയിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ദീനുമായി വരുന്നതിന്റെ മുമ്പേ മരണപ്പെട്ടു പോയ ആളാണ്. പക്ഷേ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഗ്രഹാരാധനകളും അതുപോലെ തന്നെ ബഹുദൈവ ആരാധനയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടത്തില് മഹാനവറുകൾ ഏകദൈവ വിശ്വാസത്തിലായി കഴിഞ്ഞു പോയവരാണ്. അതുമാത്രമല്ല, സമൂഹത്തിൽ നടമാടിയിരുന്ന എല്ലാ മോശപ്പെട്ട ചിന്തകൾക്കെതിരെയും മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കെതിരെയും പോരാടിയിരുന്ന ഒരു മനുഷ്യൻ, തത്വജ്ഞാനിയായിരുന്ന, പണ്ഡിതനായിരുന്ന, ദീർഘദൃഷ്ടിയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള എല്ലാ ചെയ്തികൾക്കും എതിരായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ ആരെങ്കിലും ഒരാൾ ജനിച്ച പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടാൻ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അദ്ദേഹം അവരോട് പറയും, നിങ്ങൾ ആ കുഞ്ഞിനെ കുഴിച്ചു മൂടരുത്. നിങ്ങൾ ആ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടരുത്. ആ കുഞ്ഞിനെ ഞാൻ പോറ്റിക്കൊള്ളാം, അതിനു വേണ്ട ചെലവ് ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുഞ്ഞുങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തത്, അവർക്ക് ചെലവിന് കൊടുത്തവരെ വളർത്തുമായിരുന്നു. ആ കുഞ്ഞു വളർന്നു വലുതായാൽ കുഞ്ഞിന്റെ ഉപ്പയെ വിളിച്ചുകൊണ്ട് ചോദിക്കും, പിതാവിനോട് ചോദിക്കും, നിങ്ങളുടെ മകള് വളർന്നു വലുതായിട്ടുണ്ട്, ഇനിയും ആ കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം, അതല്ല ഞാൻ ആ കുഞ്ഞിനെ പോറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് നന്മയുടെ തുരുത്തായി മാറിയിരുന്ന ആളുകൾ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന ആള്. അദ്ദേഹം പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിൽ വന്നു നിന്നുകൊണ്ട് ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി പറയുമായിരുന്നത്രേ, അല്ലാഹുവേ, നിന്നെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല റബ്ബേ, നിന്നെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയൂല തമ്പുരാനെ, അതെനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല റബ്ബേ. സത്യത്തിന്റെ ഒരു പ്രകാശത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ്, പക്ഷേ ആ പ്രകാശം എനിക്ക് കാണാൻ കഴിയുന്നില്ല തമ്പുരാനെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സമൂഹം മുഴുവൻ തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്ന നേരത്ത് നന്മയുടെ വഴിയിൽ ഉറച്ചു നിന്നിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ പരിശുദ്ധമായ മക്കയിൽ ഖുറൈശികളുടെ ഒരു ആഘോഷം നടക്കുകയാണ്. ആ ആഘോഷം നടക്കുന്ന നേരത്ത് 5-6 പേര് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവര് മറ്റൊരു സ്ഥലത്തൊരു യോഗം കൂടുകയാണ്. അവർ പരസ്പരം ചർച്ച ചെയ്യുന്നത്, ഈ മക്ക സാംസ്കാരികമായി തകർന്നു പോയിരിക്കുകയാണ്,
ഇവിടെ തെറ്റുകൾ നടമാടുകയാണ്, ഇവിടെ അനാവശ്യമായ പ്രവണതകൾ കൊടികുത്തി പാടുകയാണ്. ഒരിക്കലും മക്കക്കാരുടെ രീതിയല്ല യഥാർത്ഥ രീതി എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ ഹിദായത്തിന്റെ വഴി എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അതുപോലെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന് പറയുന്ന മറ്റൊരാൾ. നമ്മൾ മങ്കൂസ് മൗലിദിലൊക്കെ സാധാരണയായി ആ പേര് കേൾക്കാറുണ്ട്, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ പിതൃവ്യൻ. അവരും പിന്നെ 2-3 ആളുകളുണ്ട്. അവർ തീരുമാനിക്കുകയാണ്, ഇന്ന് മക്കത്ത് നമ്മൾ കാണുന്നത് യഥാർത്ഥമായ നന്മയല്ല, അത് ഹിദായത്തിന്റെ വെളിച്ചമല്ല, ഹിദായത്തിന്റെ വെളിച്ചം എവിടെയോ മറഞ്ഞു കിടക്കുകയാണ്, ആ വെളിച്ചം നമുക്ക് കണ്ടെത്താൻ കഴിയണം. അങ്ങനെ അവര് പല നാടുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഷാമിലൂടെയും യമനിലൂടെയും പേർഷ്യയിലൂടെയും അവർ സഞ്ചരിക്കുകയാണ്. അങ്ങനെ വറഖത്ത് ഇബ്നു നൗഫൽ എന്നവര് ഷാമിലേക്ക് എത്തിച്ചേരുകയും ക്രിസ്തീയ സമൂഹവുമായി സന്ധിക്കുകയും അവരുടെ ബൈബിളിനെ കുറിച്ച് പഠിക്കുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഈസാ നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ പാരമ്പര്യത്തിലുള്ള ഒരു സത്യക്രിസ്ത്യാനിയായി അദ്ദേഹം ജീവിക്കുകയും അവരുടെ തൗറാത്തിൽ ആഴത്തിലുള്ള അറിവ് നേടുകയും ചെയ്തു. എന്നാൽ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്നവരോ അവര് ജൂതമതത്തിലേക്കോ ക്രിസ്തീയ മതത്തിലേക്കോ മജൂസിയത്തിലേക്കോ അവർ പോയില്ല. അവർ ഇബ്രാഹിമി പാരമ്പര്യത്തിൽ അടിയുറച്ചു ജീവിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച നല്ല കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് രാജാതിരാജനായ റബ്ബിന് മാത്രം തന്റെ ഖൽബ് സമർപ്പിച്ചുകൊണ്ട് ആ മഹാൻ ജീവിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഹിദായത്തിന്റെ വെളിച്ചത്തിന് വേണ്ടി നാട് മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സിറിയയിലേക്കുള്ള യാത്രയിൽ ഒരു ക്രിസ്തീയ സന്യാസിയെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, ഞാൻ വരുന്നത് മക്കത്ത് നിന്നാണ്, ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ആ ക്രിസ്തീയ സന്യാസി പറഞ്ഞു, സഹോദര, നിങ്ങൾ ഏതൊരു പ്രകാശത്തിന് വേണ്ടിയാണോ തേടി അലയുന്നത്, ആ പ്രകാശം നിങ്ങളുടെ നാട്ടിലാണ് ഉദയം ചെയ്യാൻ പോകുന്നത്. സകല തിന്മകളുടെയും അന്തകനായി, സകല നന്മകളുടെയും മാതൃകാ പുരുഷനായി ഒരു മഹാനായ പ്രവാചകൻ ലോകം കാത്തിരിക്കുന്ന കാലം കാത്തിരിക്കുന്ന പ്രകാശം ആ മക്കയിൽ ഉദയം ചെയ്യാൻ സമയമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രകാശം തേടി നിങ്ങൾ ലോകം മുഴുവൻ അലയേണ്ടതില്ല, നിങ്ങൾക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആ പ്രകാശം ഉദിക്കുന്നത് നിങ്ങളുടെ നാട്ടിലാണ്, നിങ്ങളുടെ ഗോത്രത്തിലാണ്, നിങ്ങളുടെ സമൂഹത്തിലാണ്, നിങ്ങളുടെ തലമുറയിലാണ്. നിങ്ങൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ പരിശുദ്ധമായ മക്കയിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് അദ്ദേഹം മരണപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലെ മനോഹരമായ വഴിത്താരകളിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ വല്ലാതെ വേദനിക്കാറുണ്ട്. കാലം വളരെ മോശമാണെന്ന് നമ്മൾ പറയാറുണ്ട്. പഴയ കാലത്ത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് മോശമായ പ്രവണതകൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, തലമുറകളിൽ നമ്മൾ കാണുന്നു എന്ന് സാധാരണ പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിലേക്ക് നുബുവത്തിന്റെ വെളിച്ചവുമായി കടന്നു വരുന്ന ആ 6-ാം നൂറ്റാണ്ടിൽ അന്നുണ്ടായിരുന്നത് പോലെയുള്ള തെറ്റായ പ്രവണതകളൊന്നും ഇന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ആൾ ഇപ്പൊ നമുക്കിടയിലാണ് എൻ്റെ വാഹനം ഓടിക്കുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെയുള്ള അവൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയാണ് ഈ ആത്മഹത്യ ചെയ്ത കുട്ടി. അവൻ മിഞ്ഞാന്ന് പറഞ്ഞത്, കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അതുപോലെ 4 കുട്ടികളാണ് ആ പരിസരത്ത് മാത്രം ആത്മഹത്യ ചെയ്തത്. ഒക്കെ നമ്മുടെ സമുദായത്തിലുള്ളവര്, മുസ്ലിം സമുദായം ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ആത്മഹത്യക്കെതിരെ അത്രമാത്രം വളരെ ഗൗരവതരമായിട്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ച ദീനാണ് നമ്മുടേത്. ഇത് വർഗീയതയോ അല്ലെങ്കിൽ ജാതി തിരിച്ചു പറയുന്നല്ല. നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ, ഈ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ സഹോദര മതത്തിലുള്ളവരാണ്. അൽഹംദുലില്ലാ, അല്ലാഹു അവർക്കൊക്കെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഏറ്റിക്കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു മതപരമായ മൈത്രിയും സമാധാനവും സന്തോഷവും അല്ലാഹു നിലനിർത്തി തരട്ടെ. അവർക്കൊക്കെ അല്ലാഹു നന്മ കൊടുക്കട്ടെ. പക്ഷേ ആത്മഹത്യക്കെതിരെ അത്രമാത്രം ഗൗരവതരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ശരീഅത്താണ് നമ്മുടേത്. നമ്മുടെ നാട്ടിലൊന്നും പഴയ കാലത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ അങ്ങനെ തൂങ്ങിച്ചാവണതും വിഷം കുടിച്ച് മരിക്കണമെന്നും കേൾക്കാറില്ല. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് എന്താണോ നമ്മളെ വ്യത്യസ്തമാക്കിയിരുന്നത് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി.
പരലോകത്തൊരു വിശ്വാസം, മരിച്ച ഒരു ജീവിതമുണ്ട്, പടച്ചോന്റെ മുമ്പിലേക്ക് ചെല്ലേണ്ടവരാണ്. അള്ളാഹു ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടി വേണം എന്നുള്ള ബോധം നമുക്കുണ്ടായിരുന്നു. ആ ബോധം നഷ്ടപ്പെട്ടപ്പോ പിന്നെ എന്ത്? ജീവിതം നശിപ്പിക്കുകയാണ്. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്ക് തകർന്നു പോവുകയാണ്. അതോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷവും ദുഃഖവും എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ് എന്ന ബോധമുള്ള ഒരാൾക്ക് എങ്ങനെയാ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിയുക? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവും അതുപോലെ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും, അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായിരുന്നു. അവർ തമ്മിൽ ഒരു ചെറിയ ഒരു പന്തയം, ഒരു മത്സരം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഒരു കരാർ അവർ തമ്മിൽ വെച്ചു. എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ ആരാണോ ആദ്യമായി മരിച്ചു പോകുന്നത്, അയാള് ജീവിച്ചിരിക്കുന്ന ആളുടെ സ്വപ്നത്തിൽ വന്നിട്ട് ആഖിറ ലോകത്ത് അവർ കാണുന്ന കാഴ്ചകളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ്. അങ്ങനെ കരാറ് കഴിഞ്ഞു. അവരിൽ ഒരാൾ എന്തായാലും ആദ്യം മരിക്കുമല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണപ്പെട്ടു പോയി. മരിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, വഫാത്തായി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്. അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കാൻ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അള്ളാഹു നിങ്ങളെ എങ്ങനെയാണ് സ്വീകരിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്രിസ്തീയ മതത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ മതത്തിൽ നിന്ന് ഞാൻ പരിശുദ്ധ ദീനിലേക്ക് വന്നപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചതിനും മുത്ത് നബി തങ്ങളെ വിശ്വസിച്ചതിനും 2 പ്രതിഫലം അല്ലാഹു എനിക്ക് തന്നിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും രാജാതിരാജനായ റബ്ബിന്റെ ലിഖാഇന് അവൻ എനിക്ക് സൗഭാഗ്യം തന്നിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത അമലുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള, ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട അമൽ ഏതായിരിക്കും പ്രിയപ്പെട്ടവരെ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക, നോമ്പായിരിക്കുമോ, നിസ്കാരമായിരിക്കുമോ, ദിക്റുകളായിരിക്കുമോ, മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പടച്ചോന്റെ അടുത്ത് നിന്നിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട ഒരു അമല് അത്തവക്കുലു അലല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ എൻ്റെ ജീവിതം ഏൽപ്പിച്ചു എന്നുള്ളതാണ്. പടച്ചോനെ, എനിക്ക് സന്തോഷം വന്നാലും അൽഹംദുലില്ലാ, എനിക്ക് ദുഃഖം വന്നാലും അൽഹംദുലില്ലാ. അത് പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ നമുക്ക്? അവരാണ് ഈമാന്റെ ആ മാധുര്യം കിട്ടിയവർ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ജീവിക്കുന്നതിനേക്കാളും മോശമായ അവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു ജനതയെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും മനോഹരമായ ആത്മീയ തലത്തിലേക്ക് അവിടെ നിന്ന് ഉയർത്തിയത്? മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ വീട്ടിലിരുന്നു കൊണ്ട് കരയുകയാണ്. പുറത്തേക്ക് ഇറങ്ങണില്ല, വീട്ടിലിരുന്ന് കരയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പതിവുണ്ട്, പരിശുദ്ധ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ വരുന്ന ആളുകൾ ആരെങ്കിലും വരാതിരുന്നാൽ അവിടുന്ന് ചോദിക്കും, എവിടെ പോയതാണ്? ആരെക്കുറിച്ചും അന്വേഷിക്കും. നമ്മൾ ആരാ അറിയാറ്? നമ്മൾ പള്ളിയിൽ ഇമാം വെക്കുമ്പോൾ അവിടെ സാധാരണ വരുന്ന ആളുകൾ ആരെങ്കിലും 1-2 ദിവസം വന്നില്ല, നമ്മൾ അറിയൂലില്ല. കാരണം നമ്മൾ അവർ തമ്മിലുള്ള ബന്ധം അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിമാരും തമ്മിലുള്ള ബന്ധം അത്രമേൽ ദൃഢമായിരുന്നു എന്നുള്ളതാണ്. 1-2 ദിവസം അവർ പള്ളിയിൽ വരാതിരുന്നാൽ നബി തങ്ങൾ അറിയും, അവിടെ നിന്ന് ചോദിക്കും എവിടെയാണ്. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം അദ്ദേഹം എവിടെയാണെന്ന്. രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് സന്ദർശിക്കാലോ, മരിച്ചുപോയിട്ടുണ്ടെങ്കിലോ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്തുകൂടെ? അങ്ങനെ ഒരു പതിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. സ്വഹാബിമാര് പറഞ്ഞു, നബിയേ, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, വാതിലടച്ചിരുന്നു കൊണ്ട് കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം അന്വേഷിച്ചു. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഈ പരിശുദ്ധമായ ആയത്ത് വിശുദ്ധമായ ഹുജറത്തു ശരീഫയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ബാബുസ്സലാമിലൂടെ കടന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഇടനാഴികയാണ്. ആ ഇടനാഴികയിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു ചെല്ലുമ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയും കഴിഞ്ഞ് അവിടെ നന്ദി ഉറങ്ങുന്ന ഹുജറത്തു ശരീഫയുടെ അരികിലെത്തുമ്പോൾ അവിടെ കാണാം പച്ച നിറത്തിലുള്ള പ്രതലത്തിൽ സ്വർണ്ണ നിറമുള്ള എഴുത്തുകളിൽ ഈ പരിശുദ്ധമായ ആയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് ആയത്തിനർത്ഥം? നിങ്ങൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കരുത്.
ശബ്ദമുയർത്തി സംസാരിച്ചാൽ നിങ്ങളുടെ അമലുകൾ മുഴുവനും അള്ളാഹു പൊളിച്ചു കളയുന്നതാണ്. മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു കരയുന്നത്, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴെങ്കിലും അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നബിയേ, ഞാൻ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമല്ലോ യാ റസൂലല്ലാഹ്. അതോർത്തിട്ട് ഞാൻ കരയുകയാണ്. ഞാൻ അറിയാതെ സംസാരിക്കുന്ന നേരത്ത് അങ്ങയുടെ ഹദറത്തിൽ വെച്ച് എൻ്റെ ശബ്ദമൊന്ന് ഉയർന്നു പോയാൽ ഈ ജീവിതത്തിൽ ഞാൻ ചെയ്ത നിസ്കാരങ്ങളും നോമ്പുകളും അല്ലാഹു പൊളിച്ചു കളയുമെങ്കിൽ എനിക്ക് വല്ലാതെ പേടിയുണ്ട് നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ സമാധാനിപ്പിക്കുകയാണ്, അത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതല്ല എന്ന്. അത്രമേൽ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവര്, ആദരിച്ചവര്, ബഹുമാനിച്ചവര്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കലാണ് ദീന് എന്ന് തിരിച്ചറിഞ്ഞവര്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർത്തു നോക്കി നിങ്ങൾ, ഓരോ സ്വഹാബിയുടെ ചരിത്രവും എടുത്തു നോക്കുക നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ മനസ്സിലാക്കിയപ്പോൾ ആ ജീവിതം അല്ലാഹു മാറ്റിമറിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അബൂ ഖുഹാഫ എന്നവരുടെ മകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുമാ, അങ്ങനെ ഒരു മനുഷ്യൻ ആരെങ്കിലും കേൾക്കുമോ പ്രിയപ്പെട്ടവരെ? ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു, ആരെങ്കിലും കേൾക്കുമോ? ഇവരെയൊക്കെ ചരിത്ര പുരുഷന്മാരാക്കി മാറ്റി, ഓരോരുത്തരും ഓരോ പ്രസ്ഥാനങ്ങളാക്കി മാറ്റിയത് ആരാണ്? അതിന്റെ പിന്നിലുള്ള ഹീറോ, അതിന്റെ പിന്നിലുള്ള കിങ് മേക്കർ ആരാണ്? ആമിന ബീവി തൻ ആരംഭമേ, ആലങ്ങൾക്കാകെയും അനുഗ്രഹമേ. ആമിന ബീവി തൻ ആരംഭമേ, ആലങ്ങൾക്കാകെയും അനുഗ്രഹമേ. എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സുരലോകം വാഴ്ത്തിടുമിസുമല്ലോ. എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സുരലോകം വാഴ്ത്തിടുമിസുമല്ലോ. മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ്, മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. ലോകം മുഴുവൻ ഇരുട്ടിലാണ്ട് കിടന്ന കാലത്ത് പ്രകാശത്തിന്റെ ഒരു തിരിവെട്ടവുമായി അവിടുന്ന് കടന്നു വന്നപ്പോ ആ പ്രകാശത്തിന്റെ അരികിലേക്ക് ഈ ആമ്പാറ്റകളെ പോലെ പറന്നെടുത്തവരാണ് ആ പ്രിയപ്പെട്ട സ്വഹാബിമാര്. അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെലുത്തിയ സ്വാധീനമാണ് പിൽക്കാല ലോകത്തിന്റെ ചരിത്രമായി മാറിയത്. പിൽക്കാല ലോകത്തിന്റെ ചരിത്രമായി മാറിയത് ഈ മനുഷ്യന്മാരുടെ ചരിത്രമാണ്. പിന്നെ കിസ്റയില്ല, പിന്നെ കൈസറില്ല, പിന്നെ നജാശിയില്ല, പിന്നെ ലോകത്ത് ഒരു ഭരണവുമില്ല, ഒരു ചരിത്രവുമില്ല. എല്ലാ ചരിത്രവും ദി ഗോൾഡൻ ഏജ് എന്ന് പിന്നീട് ലോകം വിശേഷിപ്പിച്ചത് ഇവർ പടുത്തുയർത്തിയ ഒരു ലോകത്തെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് ആ ലോകത്തെക്കുറിച്ച് പറഞ്ഞത് ദി ഡാർക്ക് ഏജ് എന്നാണ്, ഇരുണ്ട കാലം. ആ ഡാർക്ക് ഏജിൽ ഉണ്ടായിരുന്ന ആൾക്കാരങ്ങോട്ട് നന്നായിട്ട് അവർ ലോകത്തിന്റെ നേതാക്കളായി മാറിയപ്പോ പിന്നീട് ആ കാലത്തിന് ചരിത്രം കൊടുത്ത പേര് ഗോൾഡൻ ഏജ് എന്നാണ്, സുവർണകാലം. സകല നന്മകളും പൂത്തുലഞ്ഞു നിന്ന മനോഹരമായ ആ കാലത്തിന് അസ്ഥിവാരമിട്ടത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുത്തുനബി തങ്ങളെ അവരങ്ങോട്ട് ഉൾക്കൊള്ളുകയാണ്, സർവാർത്ഥത്തിലും ഉൾക്കൊള്ളുകയാണ്, സകലാർത്ഥത്തിലും ഉൾക്കൊള്ളുകയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ചരിത്രം അറിയില്ലേ പ്രിയപ്പെട്ടവര്? അതൊക്കെയാണ് ലഹരി. മദീനത്തിരുന്ന് ഇങ്ങനെ കരയാണ്, മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് കരയുകയാണ്, ശരീരം വല്ലാതെ മെലിഞ്ഞുണങ്ങി പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൗബാനെ എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്, എന്താണ് ഇങ്ങനെ മെലിഞ്ഞു പോയത്? അപ്പൊ പറഞ്ഞു, നബിയെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങാണ് നബിയെ. ആ പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിക്കാൻ, ആ മഹത്തായ പൂമുഖത്തേക്ക് നോക്കി നിൽക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ സ്വഹാബിമാർ ഇരിക്കുമ്പോൾ ആ മുഖത്തേക്ക് പോലും അവർക്ക് നോക്കാൻ പേടിയായിരുന്നു എന്നാണ്. അത്രമേൽ ആദരവോടെ അവരുടെ തലമുകളിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോകാതിരിക്കാൻ എത്രമാത്രം അച്ചടക്കത്തോടുകൂടി ഇരിക്കുമോ അതുപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ അവരിരുന്നു. അവിടെ ശബ്ദമുയർത്തി അവർ സംസാരിച്ചില്ല, അവിടെ പരസ്പരം കലഹങ്ങളിലോ തർക്കങ്ങളിലോ ഏർപ്പെട്ടില്ല, അവിടെ വലിയ പൊട്ടിച്ചിരിയോ ബഹളങ്ങളോ ഉണ്ടായില്ല. എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പോലെ. ഒരിക്കൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു സ്വഹാബി വരാൻ, സ്വർണ്ണത്തിന്റെ മോതിരം ധരിച്ചിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് ഈ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്, സ്ത്രീകൾക്ക് അനുവദനീയമാണ്. ആ സ്വഹാബി ആ മോതിരം ഊരി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, മോതിരം ഊരിയിട്ട് ചില ആൾക്കാർ ഊരും, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ വെറുതെ വിളിച്ചായിട്ട് ഇങ്ങനെ ഇരിക്കും ചെയ്യും. തങ്ങന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കേൾക്കൂല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. നമ്മളാണെങ്കിൽ നമ്മളാണ് സ്ഥാനത്തെങ്കിൽ ഞാൻ പറയാൻ, അത് ഊരിയിട്ട് നമ്മളെന്താ ചെയ്യുക, തൽക്കാലം കീശയിലിടും. ഈ സ്വഹാബി എന്താ ചെയ്തത്, അത് ഊരി വലിച്ചെറിയുകയാണ്. വലിച്ചെറിഞ്ഞു. അതാണ് അവരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. വലിച്ചെറിഞ്ഞു. മുത്തുനബി തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ സാധനമാണ്. അങ്ങനെ ആ സദസ്സ് പിരിഞ്ഞു. ആളുകൾ പിന്നെ തിരിച്ചു പോകാൻ നേരത്ത് അദ്ദേഹത്തോട് ആ മറ്റുള്ളവർ പറഞ്ഞു, സഹോദര, നബി തങ്ങൾ ധരിക്കണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് കൊണ്ടുപോകാലോ, വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ഇട്ടൂടെ, അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കിക്കൂടെ? ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ സാധനം ഇനി എനിക്ക് വേണ്ട. അതാണ് പ്രിയപ്പെട്ടവരെ, അവർ ഉൾക്കൊള്ളുകയായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത് അത് അങ്ങനെ തന്നെ ചെയ്യുക. അതിൽ പിന്നെ മറ്റു ചിന്തകളില്ല. ആ ഒരു സ്വഭാവമാണ് അവരുടെ മാറ്റത്തിനൊക്കെ കാരണമായത്. വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ആ കൂട്ടം ജനങ്ങൾ വിശ്വസിച്ച പോലെ. നഹ്വ് അറിയുന്ന ഉസ്താദുമാർ ഒരുപാട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ ദർസിലേക്ക് കുറേ പോയവരായിരിക്കും, നെക്കറയും ആരിഫൊക്കെ അറിയുന്നവരായിരിക്കും. അലിഫ്ലാം ചേർത്താൽ പ്രത്യേകമായി സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ പറയാ, അന്നാസ്, ആ കൂട്ടം ആളുകൾ. അവർ വിശ്വസിച്ച പോലെ വിശ്വസിക്കണം. ആരാണ് ഈ ആ കൂട്ടം? പ്രത്യേകമായി അള്ളാഹ് എടുത്തു പറഞ്ഞത് സ്വഹാബിമാർ. അല്ലാതെ നമ്മുടെ കാലത്തുള്ള ഈ ഒരു പിന്നെന്താ പറയുക, ഒപ്പിക്കൽ ഈമാനിന്റെ ആളുകളായിരുന്നില്ല അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% ഉൾക്കൊള്ളുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ